കോട്ടയം SME കോളേജിൽ പ്രതിഷേധവുമായി MLT വിദ്യാർത്ഥികളും മാതാപിതാക്കളും. അധ്യാപകർ വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് ആരോപിച്ചാണ് സമരം. ഇന്റേണൽ മാർക്ക് കുറയ്ക്കുന്നു, ഹാജർ നൽകുന്നില്ല എന്നീ പരാതികളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഷിനോ ജസ്റ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷിനോ ജസ്റ്റിയുടെ റിപ്പോർട്ടാണ്. ഈ മാസം 3-നാണ് കോട്ടയം SME കോളേജിലെ വിദ്യാർത്ഥിയും തിരുവനന്തപുരം സ്വദേശിയുമായ അജാസ് ഖാൻ ആത്മഹത്യ ചെയ്യുന്നത്. അജാസ് ഖാന്റെ ആത്മഹത്യക്കുള്ള കാരണമെന്ന് പറയുന്നത് ഈ കോളേജിലെ അധ്യാപകരുടെ മാനസിക സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ആ കുട്ടിയുടെ മരണത്തിനെ കുറിച്ച് ഇവർ പല കഥകളും കോളേജുകാർ പറയുന്നുണ്ട്. ആ കഥകളൊന്നും നമ്മൾക്ക് കേൾക്കേണ്ട. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക. 2 മണിക്കൂറുണ്ടായിരുന്ന എക്സാം കേവലം 1.5 മണിക്കൂർ കൊണ്ട് ചുരുക്കിയിട്ട് അവൻ നിർബന്ധിതമായ പേപ്പർ അവരെ പിടിച്ചു മേടിച്ചു. ആ പേപ്പർ മേടിച്ചതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പോവുകയും അത് അവൻ്റെ വീട്ടിൽ വിളിച്ച് അവൻ്റെ തള്ളയോട് പരാതി പറയുകയും തള്ളയോട് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇങ്ങനെ എനിക്ക് ഒരുപാട് ഹരാസ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ തള്ള ആശ്വസിപ്പിച്ച് രാത്രി നല്ലതുപോലെ സംസാരിച്ചിരുന്ന കുട്ടിയാണ് അവൻ. ഞങ്ങളൊരു ആവശ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു മിസ്സുമാരെടുത്തില്ല സ്റ്റാഫ് റൂമിൽ കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോൺ ഒരു പേഴ്സണലായിട്ട് ഒരു മിസ്സിനെ ഞങ്ങൾ ഫോൺ വിളിച്ച് അവർ സ്പീക്കർ ഇട്ട് സ്റ്റാഫ് റൂം മുഴുവൻ പിടിക്കും. ഞാൻ ഈ കോളേജിൽ നിന്ന് ഒരു മിസ് എന്നോട് പറഞ്ഞു ഫീഡ്ബാക്ക് എഴുതാൻ. ഞാൻ എല്ലാ ഫീഡ്ബാക്കും എഴുതി കൊടുത്തു. അവരെന്നോട് പറഞ്ഞു എന്നാന്ന് പറയാം, നിന്റെ ചിന്തയുടെയാണ്. എൻ്റെ ചിന്തയുടെയാണോ, പിന്നെ എന്തിനാ ഫീഡ്ബാക്ക് എഴുതാൻ പറയുന്നത്? എന്തായാലും ഈ അജാസ് ഖാന്റെ പിതാവ് കൂടി നമുക്ക് വിചാരിക്കണം. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ഊർജിതമായ അന്വേഷണം നടത്തണം. ഇതിൻ്റെ എന്താണ് അവന് പറ്റിയത് എന്നുള്ള കാര്യം അന്വേഷിക്കണം, ഫോൺ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ 2 മിസ്സന്മാരെയും ഇവിടെ മാറ്റി നിർത്തി അന്വേഷിക്കണം. പ്രതികരിക്കാൻ കോളേജിൻ്റെ അധികൃതരും ഇതുവരെയും തയ്യാറായിട്ടില്ല. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.